സന്തോഷം ഒരു മാനസിക അവസ്ഥയാണ്. നിങ്ങൾ കാര്യങ്ങളെ എങ്ങനെ വീക്ഷിക്കുന്നുവോ അതിനനുസരിച്ചാണ് അത് ഉണ്ടാകുന്നത്. മനസ്സിലായോ? സോ വെൽക്കം ബാക്ക് ടു ദ അനദർ എപ്പിസോഡ് ഓഫ് അടിപൊളി ലോകം. വഴിയിൽ വെച്ചിരുന്ന സ്കൂട്ടർ ഒരു കാള എടുത്തുകൊണ്ട് പോയി എന്ന് പറഞ്ഞാൽ ആരെയും വിശ്വസിക്കുന്നു? അവന്മാർക്ക് ചേഞ്ച് വേണോ? ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? നടന്ന് ക്ഷീണിച്ചപ്പോൾ ബാക്കി ഇനി സ്കൂട്ടറിൽ പോകാമെന്ന് വിചാരിച്ചു കാണും. എന്തായാലും CCTV ഉള്ളത് കാര്യമായി. അല്ലെങ്കിൽ സ്കൂട്ടർ കാള കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കൂ? പ്രായമായ ഒരു സ്ത്രീ എടുക്കാൻ വയ്യാത്തൊരു കറ്റ ചുമന്നുകൊണ്ട് വരുന്നത് കണ്ട് ദയ തോന്നി സഹായിക്കാൻ ചെന്നത് ആരാണെന്നറിയാമോ? കണ്ട, ഒരു നേരം ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ ഒരു ആയുസ് മുഴുവൻ നമ്മളോട് നന്ദിയുള്ളവരായിരിക്കും ഈ പട്ടിസാറുമാർ. നാട്ടിൻപുറങ്ങളിൽ മാത്രം കണ്ടുവരുന്ന തലയണയടി മത്സരമാണ് ഇനി നിങ്ങൾ കാണാൻ പോകുന്നത്. തിരിച്ചടിക്കാൻ ഒരു ഗ്യാപ്പ് പോലും കൊടുത്തില്ല പാവ ചേട്ടന്. വീണ ചേട്ടൻ ശക്തമായി തിരിച്ചു വരും, എനിക്ക് ഉറപ്പാണ്. പട്ടിസാറിന്റെയും പൂച്ചസാറിന്റെയും മാത്രമല്ല, കാട്ടിലെ രാജാവ് കാണിക്കുന്ന ഓരോ പരിപാടികൾ കണ്ടു കഴിഞ്ഞാൽ കിരീറ്റൊരു വഴിയാവും. കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ടാ ചേട്ടാ. എനിക്ക് അനുഭവം ഉണ്ടെന്നേ. കയ്യിൽ കിട്ടിയിരുന്നെങ്കിൽ ഒന്ന് പെരുമാറായിരുന്നു. എമ്പുരാൻ കണ്ടതിൽ പിന്നെ ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട സദാസമയം എമ്പുരാനേ എന്നുള്ള പാട്ടുപാടി പ്രാക്ടീസ് ചെയ്യുകയാണ് ഒരു കലാകാരൻ. അരേ വാ, സൂപ്പർ. ബജ്ജി കഴിക്കണമെന്ന മോഹവുമായി സ്പൈഡർമാൻ എത്തിപ്പെട്ടത് നമ്മുടെ ഇന്ത്യയിൽ. ഞാൻ നടന്നതോ? സ്പൈഡർ ചേട്ടാ, പറ മോനെ, എന്താ ഇവിടെ നിന്ന് ബജ്ജി ഉണ്ടാക്കണേ? വെറുതെ ബജ്ജി കഴിക്കാൻ വന്നതാ. കാശ് കൊടുക്കാൻ നേരത്തെ സെർവർ ഡൗൺ ആയിരുന്നു ഗൂഗിൾ പേയുടെ. അപ്പൊ ഇവിടെ ഇരുന്ന് ബജ്ജി അടിച്ചോളാൻ പറഞ്ഞു ചേട്ടൻ. സോ ഗൈസ്, ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭദിനം.